വെൽക്കം ബാക്ക് ടു കജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ തായ്ലൻഡിലെ പാർട്ട് 2 സീരീസിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ നേരെ വന്നത് സാഫ്രോൺ ഹിൽ മിൻപുരി. ഇവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. മിൻപുരി എന്ന് പറയുന്നത് പ്ലേസ് നെയിമാണ്. നമ്മൾ ഈ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 4.2 റേറ്റിംഗ് ആണ് ഈ റൂമിന് ഉണ്ടായിരുന്നത്. അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റാണ്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇങ്ങനെ ഒരു കഫേ ഉണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ ആൻഡ് ലഞ്ച് മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ കഴിക്കാവുന്നതാണ്. ഇവിടെ ഇന്ത്യൻ കുസീൻസ് ഒന്നും അവൈലബിൾ അല്ല, ഓൺലി തായ് ഫുഡ്സ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഞാനിവിടെ പിക്ചർ ചെയ്യാം. കാരണം അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ 5 ഡേയ്സും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് 6 ഡേയ്സ് കഴിച്ചിട്ട് നമ്മൾ വന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. അതിനുശേഷം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ് ആണ് കറങ്ങാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പ്ലാനിങ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ ചൈന ടൗൺ ആണ്. അപ്പോൾ ചൈന ടൗണിൻ്റെ വൈബ് അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈവനിങ് പോകണം. പിന്നെ നമ്മൾ ഈ ബുക്ക് ചെയ്തിരിക്കുന്ന വെഹിക്കിൾ നമ്മൾ ഗ്രാബ് വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആണ് കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന് ചൈന ടൗണിലോട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയും മിൻപുരി എന്ന് പറഞ്ഞ പ്ലേസിൽ റൂം ബുക്ക് ചെയ്യുന്നതിനും കാട്ടി കുറച്ചും കൂടി ഒരു ബാങ്കോക്കിൻ്റെ നടുവിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. നമുക്ക് അതായിരുന്നു കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ റൂമൊന്നും പറയാനില്ല, അടിപൊളി റൂമായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 6 ഡേയ്സ് ആയിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. 6th ഡേ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നേരെ പട്ടായയിലോട്ട് പോവുകയാണ് ചെയ്തത്. പെർ ഡേ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2900 നിയറസ്റ്റ് ടു 3000 ആണ് പെർ ഡേ ചാർജ് ആയിട്ടുണ്ടായിരുന്നു ആ റൂമിന്. പ്ലസ് ടാക്സും കൂടി ആയിരുന്നു. എന്നും ഡെയിലി ക്ലീൻ ചെയ്യായിരുന്നു. കൂടാതെ ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ്, ടവൽ അതെല്ലാം ചേഞ്ച് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനത്തെ സാധനങ്ങൾ റീഫിൽ ചെയ്യുക. പിന്നെ റൂമിൽ തന്നെ നമുക്ക് മിനി ഫ്രിഡ്ജൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെന്നും 2 ബോട്ടിൽ ഓഫ് വാട്ടർ അവർ പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ എക്സ്ട്രാ ഡ്രിങ്കിങ് വാട്ടർ നമ്മൾ 7-Eleven നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൈന ടൗണിൽ തന്നെ 7-Eleven ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് നമുക്ക് വേണ്ട ബേസിക്സ് ആയിട്ടുള്ള സ്നാക്സ്, അതേപോലെ തന്നെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അവിടെ തന്നെയാണ് നമ്മൾ ഡിന്നറും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഡിന്നർ കഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതലും അവിടുത്തെ എല്ലാ ഡിഷസിലും അവർ നോൺ വെജ് ഇടും, എസ്പെഷ്യലി സീ ഫുഡ്. അപ്പോൾ അത് അലർജി ഉള്ളവർ, അതേപോലെ തന്നെ വെജിറ്റേറിയൻസ് ഒക്കെ ശ്രദ്ധിക്കുക, അവരോട് കൃത്യമായിട്ട് പറയാം. അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം മിക്ക ആൾക്കാർക്കും അവിടെ ഇംഗ്ലീഷ് അത്ര വലിയ പിടിയില്ല. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയത്തുള്ളൂ, നമ്മൾ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ട്രാൻസ്ലേറ്റർ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ പതിവ് പോലെ ഐസ്ക്രീം കണ്ടപ്പോൾ നിന്നു നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ പാസ്സാക്കി.
ഡിഫറെൻറ്റ് ഡിഷസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊരു ഗുഡ് സ്പോട്ടാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കൂടുതലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലേ, പാറ്റാപ്പല്ലി. അപ്പോൾ ഡേ 3 വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ബാക്ക് ടു റൂമിലോട്ട് പോയി. അപ്പോൾ ഡേ 3ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഡേ 3യിൽ എന്തൊക്കെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, ബൈ.